സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒന്നും നോക്കാറില്ല, വാർത്തകൾ ശ്രദ്ധിക്കാറില്ല, പത്രം വായിക്കാറില്ല, ഒന്നുമില്ല. അപ്പൊ ഇന്നിരുന്നിങ്ങനെ ഇന്നലെ വൈകിട്ടാണ് എത്തിയത് എറണാകുളത്ത്. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഇപ്പൊ നോക്കിയായി വരുന്നത്. അപ്പൊ ഇരുന്നിങ്ങനെ ഓരോന്ന് നോക്കിയപ്പോ കണ്ടത് കുണുവാവ മേയർ ഈ ആമീഴഞ്ചാൻ തോട്ടിൽ പോയിട്ട് മരിച്ചുപോയ ജോയിയുടെ വീട്ടിൽ പോയിട്ട് കാണിച്ചിട്ടുള്ള അഭിനയം. ഈ കണ്ണു തുടയ്ക്കുന്നു, കരയുന്നു, വിതുമ്പുന്നു, എന്തൊക്കെയാ പരിപാടി. മമ്മൂട്ടി അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ ഒരു അഭിമുഖം, എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയും ആരുമായിട്ടുള്ള അഭിമുഖമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിന് മമ്മൂട്ടി പറയുന്നുണ്ട്, ഞാൻ 10-25 വർഷമായിട്ട് ഗ്ലിസറിൻ ഉപയോഗിക്കാറില്ല അഭിനയിക്കുമ്പോൾ. കാരണം വൈകാരികമായിട്ട് ബന്ധമുള്ളൊരു കഥാപാത്രമാകുമ്പോൾ അറിയാതെ ആ കരച്ചിൽ വരും എന്നുള്ളത്. മഞ്ജു വാര്യർ ഗ്ലിസറിൻ ഉപയോഗിക്കാത്ത ഒരാളാണ്. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഈ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും തിലകനെ ഫോർഗീസിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇന്ദ്രൻസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള എല്ലാ നടന്മാരെക്കാളും മികച്ച ഒരു അഭിനേതാവ്, അഭിനേത്രി, നടൻ, നടി എന്നുള്ളത് വേർതിരിച്ച് ഇപ്പൊ കാണാതെ മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച അഭിനേതാവ് ആരാന്ന് വെച്ചാൽ അത് മഞ്ജു വാര്യരാണ്. ഒരു കഥാപാത്രത്തെ സംശീകരിച്ച് അതിനനുസരിച്ച് ഈ ക്യാമറയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പൊ സല്ലാപം സിനിമയെ കുറിച്ച് തന്നെ സുന്ദരദാസ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. സുന്ദരദാസാണോ ലോഹിദാസാണോ? ലോഹിദാസാണ് എന്റെ തിരക്കഥ എഴുതുന്ന എന്റെ ഓർമ്മ. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടി ഈ ട്രെയിനിന്റെ മുമ്പിലേക്ക് ചാടുന്നൊരു സീനുണ്ട്. മനോജ് കെ ജയൻ ആണോ പിടിച്ചു വെക്കുന്ന? അതെ, മനോജ് കെ ജയനാണ്. അങ്ങനെ ഈ ട്രെയിനിന്റെ മുമ്പിലേക്ക് ചാടാൻ പോകുന്ന സീനിൽ ട്രെയിനിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടിപ്പോകുന്ന ഒരു മാനസിക വിഭ്രാന്തിലേക്ക് മഞ്ജു വാര്യർ പോയിരുന്നു. അത്രമാത്രം ആ കഥാപാത്രമായിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. എന്തായിരുന്നാലും ഈ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആമിഴഞ്ഞാൻ തോടിൽ പോയപ്പം ഈ തോട്ടിൽ പോയ പാവപ്പെട്ട നമ്മളെ ജോയിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ, ഞാൻ പറയട്ടെ, ഇതൊക്കെ ഇവരെ പണിയല്ലേ? ഇവർക്കെന്ത് പക്വതയുള്ളേ? കുണുവാവയ്ക്കും കുണുവാവയുടെ കെട്ടിയവനും ഒന്നും ഒരു പക്വതയില്ല. ഒരു കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്യാറില്ല. കെട്ടിയവൻ MLA ആണ്, കുണുവാവ മേയറാണ്, ഒക്കെയാണ്. എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്ലിസറിൻ ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാനിവരെ കാണുന്നത്. ആ കരച്ചിലൊന്നും ആത്മാർത്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ആത്മാർത്ഥമായ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്കൊരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ ഒരു സങ്കടം കണ്ടാൽ കരച്ചിൽ വരും. നമുക്കൊരു വാർത്ത വായിക്കുമ്പോൾ നമ്മൾ വീട്ടിലും ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് നമുക്ക് കരച്ചിൽ വരും, സങ്കടം വരും. നമ്മളറിയാതെ പ്രാർത്ഥിച്ചു പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ലോകത്തെ ഏതെങ്കിലും ദുരന്തം, ഇപ്പൊ അർജുന്റെ ദുരന്തം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ശിവൻകുട്ടി കുറച്ച് വിവരക്കേട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ ഇവര് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കണം, ആത്മാർത്ഥമായിരിക്കണം കരച്ചിൽ. ഇവരുടെ ഇതൊക്കെ അഭിനയമാണെന്നുള്ള ഒരു സംശയമില്ലേ കുണുവാവേന്റെ? കുണുവാവ അവസാനത്തെ മേയറാണ് ആ കോർപ്പറേഷനിലെ. അടുത്ത തവണ കുണുവാവയുടെ പാർട്ടിക്ക് ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല. കാരണം അല്ലെങ്കിൽ കുണുവാവനെ മാറ്റണം. കുണുവാവനെ മാറ്റിയാൽ പിന്നെയും കിട്ടും. കുണുവാവ എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കാനാ? കോടതിയിൽ കേസ് പരിഗണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. അതുവരെയൊക്കെ ഞാൻ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടുന്നിടം വരെയൊക്കെ എനിക്ക് അഭിപ്രായം പറയാം. ഞാൻ നിയമപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ അന്വേഷിച്ചിട്ട് വേണം സംസാരിക്കുന്നത്. ഞാൻ അടുത്ത തവണ കുണുവാവ എങ്ങാനും ആ ഡിവിഷനിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്താമെന്ന് ചെയ്തിരിക്കുക 2025. കുണുവാവയുടെ കെട്ടിയവൻ ഇപ്പൊ 2026 മത്സരിക്കാൻ വരും കോഴിക്കോട് MLA ആയിട്ട് വീണ്ടും. അപ്പൊ ഞാൻ അവിടെയും പോയിട്ട് ഞാൻ ക്യാമ്പ് ചെയ്ത് പ്രസംഗിക്കണം എത്തിക്കാം. ഏത് പാർട്ടിക്ക് വേണ്ടി തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അവനെതിരെ നന്നായിട്ട് സംസാരിക്കും. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയും. ഇവർ ഈ വടിയിൽ കൊടുത്ത് അടി മേടിക്കരുത്. പറ്റുന്നവരടുത്ത് കളിക്കണം, പേടിക്കുന്നവരടുത്ത് കളിക്കണം. കേസ് എന്ന് കേട്ടാൽ അപ്പൊ തന്നെ ടെൻഷൻ ആവുന്നവരടുത്ത് കളിക്കണം. അല്ലാതെ ഈ വഴി പോകുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ അതിന് നിന്ന് കഴിഞ്ഞാൽ ഈ പേടിയില്ലാത്ത ആൾക്കാരെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആയുസുണ്ടെങ്കിൽ, എനിക്ക് ആയുസില്ല, ഞാൻ നാളെ ചത്തുപോയി കഴിഞ്ഞാൽ അവർ രക്ഷയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ വിജയിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ശരിയാക്കിയിട്ടേ നിർത്തുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന കുണുവാവ എന്താ കാണിക്കുന്നത്? കുണുവാവ അതിനിടയിൽ കൂടെ കോർപ്പറേഷനിൽ പറഞ്ഞിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ അഭിപ്രായങ്ങൾ. കോർപ്പറേഷനിൽ പ്രതിപക്ഷ കൌൺസിലർമാർ സമരം നടത്തി. കോൺഗ്രസിന്റെയും BJPയുടെ ഒക്കെ കൌൺസിലർമാർ സമരം നടത്തി കഴിഞ്ഞിട്ട് കുണുവാവ വന്നിട്ട് ഈ കുണുവാവ മേയർ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാ, അവരെല്ലാം സമരമൊക്കെ നടത്തി, പ്രതിഷേധമൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് തന്നെ വന്നിട്ടാണ് ഓരോ പേപ്പറും ഒപ്പിടിക്കുന്നത്. ജനകീയാസൂത്രണ പദ്ധതി പൂർത്തിയാക്കണമെങ്കിൽ അതിന്റെ ലിസ്റ്റ് അപ്രൂവൽ ആവണമെങ്കിൽ മേയർ ഒപ്പിടണം. ഈ പൊട്ടിക്കറിയില്ല, ഇത് ജനാധിപത്യ വിരുദ്ധമായ പ്രയോഗ. ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നിയമസഭയിൽ
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നെ ഒരു അസംബ്ലി മണ്ഡലത്തിനകത്ത് ഒരു MLA ഒരു പ്രൊജക്ട് പാസ്സാക്കി വരണമെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ളത് വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കണം. അത് ജില്ലാതലം തൊട്ട് ഒരു റോഡ് പണിയാവട്ടെ, ഒരു പാലം പണിയാവട്ടെ, എന്താവട്ടെ, വേണ്ട MP-മാരത് ഈ കേരളത്തിൽ ഈ പിന്നെ ഉള്ള ഒരൊറ്റ 19 MP-മാരും ഇന്ത്യ സഖ്യത്തിന്റെയാണ്. ഒന്ന് CPM-ന്റെയും ബാക്കി 18 UDF-ന്റെ ആണെങ്കിലും ഒക്കെ പിന്നെ പ്രതിപക്ഷത്താണ്. ഇവർക്ക് പ്രൊജക്ട് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവിടുത്തെ അപ്രൂവലൊക്കെ കിട്ടണം. പിന്നെ ഇവിടുത്തെ അടിസ്ഥാന പിന്നെ തലത്തു നിന്നുള്ള പിന്നെ ഈ അപ്രൂവൽ കിട്ടണം. ഞാൻ ഇതിന്റെ ഈ സാങ്കേതികമായിട്ടുള്ള ഭാഷകളിലേക്ക് പോകുന്നില്ല, സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ ജനാധിപത്യത്തിന് സംഭവിക്കുന്നതാ, ജനാധിപത്യത്തിന് സംഭവിക്കുന്ന കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന് ഇനിയിപ്പോ ഒരു പിന്നെ കാറിന് പിന്നെ ഒരു പിന്നെ ബുദ്ധിമുട്ടുണ്ട്, കാറിന് സാങ്കേതികമായ തകരാറുണ്ട്, പുതിയൊരു കാറ് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാർ കൊടുക്കണം. രാഹുൽ ഗാന്ധിക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ പിന്നെ സർക്കാരിന്റെ അപ്രൂവൽ വേണം. ഇത് ജനാധിപത്യത്തിന് സംഭവിക്കുന്ന. അപ്പൊ ഇവിടെ വിചാരം അറിയേ, ഈ അമ്മയ്ക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തു, ഏത് ഇവിടെ അമ്മായിയുടെ പിന്നെ കെയർ ഓഫിലൂടെ വന്നിട്ട് പിന്നെ ഈ സാധനത്തിരുന്നതാ, ഇവളെ വീട്ടുകാർ പിടിച്ചിരുത്തുന്നല്ലോ, അല്ലെങ്കിൽ ഇവളെ പഴയ കാമുകം പിടിച്ചിരുത്തിയാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കെട്ടിയം പിടിച്ചിരുത്തിയാണോ? അവള് വന്നത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അവള് വന്നു, പിന്നെ അതിൽ ഭൂരിപക്ഷം സീറ്റ് അവർക്ക് കിട്ടി, അങ്ങനെ വന്നു. ഈ ബാക്കിയുള്ള ആൾക്കാരും അതേപോലെ മത്സരിച്ച് ജയിച്ചു വന്നവരാ. സാമാന്യമായ ഡെമോക്രസിയെ കുറിച്ച് ഒരു ബോധമില്ലാത്തൊരു സാധനത്തിനൊക്കെ പിടിച്ചിട്ട്, ഈ കുണുവാമനെയൊക്കെ പിടിച്ചിട്ട് ഈ സ്ഥാനത്ത് കൊണ്ടു നിർത്തുമ്പോൾ ആലോചിക്കണം. കുണുവാമ ഞാൻ പറഞ്ഞാൽ 21 വയസ്സൊന്നും പിന്നെ പക്വതയില്ലാത്ത പ്രായമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. 21 വയസ്സിലും 18 വയസ്സിലും കുടുംബം നോക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടു, 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു മോൻ പിന്നെ ഈ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി വൈകുന്നേരം വന്നിട്ട് വിൽക്കുക റോഡ് സൈഡിൽ, ഒരു സൈക്കിളിൽ കൊണ്ടുവന്നിട്ട്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന കുട്ടികളുണ്ട്, ആക്രി വർക്ക് ജീവിക്കുന്ന കുട്ടികളുണ്ട്, മെറ്റലടിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ 21 വയസ്സൊന്നുള്ള ഇപ്പൊ 21 അല്ല, ഇപ്പൊ 24 വയസ്സായി, അല്ല 25 വയസ്സായി. ഇപ്പം 21 വയസ്സിലാണ് ഈ സാധനത്തെത്തുന്നത്. ഈ സാധനത്തിനെ ഈ സ്ഥാനത്ത് പിടിച്ചു കൊണ്ട് നിർത്തിയത് 21 വയസ്സിലാണെന്നേ ഉള്ളൂ. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, രാജ്യത്ത് ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്ലിസറിൻ വാങ്ങി ഉപയോഗിക്കുന്ന മേയറായി മാറി. അങ്ങനെ ലോകത്തെ ഏറ്റവും അഹങ്കാരിയായ മേയറായി മാറി. കേസ് ഒരു പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ പ്രൊസീഡ് ചെയ്യട്ടെ. പ്രൊസീഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവരുടെ നാട്ടിലൊക്കെ പോയിട്ട് പിന്നെ എനിക്ക് സംസാരിക്കും. ഇവർക്ക് പറ്റുന്ന ഒരിടത്ത് നോക്കണം. അതാണ് ഇവർക്ക് ഈ ആള് തെറ്റിപ്പോയി. കണ്ണടശം കിട്ടാൻ മതിയായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഈ കുണുവാവയല്ല, കുണുവാവയുടെ കെട്ടിയവൻ 1-2 പ്രാവശ്യം പിന്നെ പോലീസിലൊക്കെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഫോഴ്സ് ചെയ്തത് നമ്മളെ മരുമോൻ മന്ത്രി, പിന്നെ മറ്റേ ആനാവൂർ കോവപ്പനുണ്ടല്ലോ തിരുവനന്തപുരത്ത് നിന്നുള്ള, ഇപ്പൊ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എങ്ങാ, ഈ ആനാവൂർ കോവപ്പനും പിന്നെ ഈ അവനാണ് ആ പുറത്തെ പാർട്ടിയെ മുഴുവൻ നശിപ്പിച്ചത്. അവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, പിന്നെ മുമ്പ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അവന്റെ കച്ചവടങ്ങളെല്ലാം എനിക്കറിയാം, ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സ്റ്റഫും റെഡിയാക്കിയിട്ട് തന്നെ നിൽക്കണേ. അപ്പൊ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തോന്നി ഒരു കേസ് കൊടുത്താൽ ഒപ്പിടിച്ചു പോകും, മാപ്പ് പറഞ്ഞാളി ഫേസ്ബുക്കിൽ. എന്റെ പട്ടി പറയും മാപ്പ്. ആ കേസ് കൊടുത്തിട്ട് ഇപ്പൊ 2 മാസമായല്ലോ. ഞാൻ ഇപ്പോഴും പിന്നെ ഇടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ. അവരൊന്ന് പിന്നെ പ്രൊസീഡ് ചെയ്തിട്ടേ കോടതിയിൽ. ആള് തെറ്റിപ്പോയി. എന്നിട്ട് പോയിട്ട് പിന്നെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അതും മനുഷ്യ വിസർജനത്തിനിടയിൽ പോയിട്ട് പിന്നെ മരിച്ചുപോയതാ. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വേറെ സ്റ്റോറി ചെയ്യും. ഞാൻ ശിവൻകുട്ടിന്റെ ഒരു പിന്നെ പ്രസ്താവന കണ്ടിട്ടുണ്ടായി. പിന്നെ ഇവരൊക്കെ പറയാൻ അറിയുള്ളൂ. ഇന്ന് വരെ ഞാൻ പിന്നെ എനിക്കറിയില്ല, പിന്നെ നമുക്ക് സങ്കടം തോന്നിപ്പോവും. വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇത്രയും കാലമായിട്ട് ബുദ്ധിയുള്ള വർത്താനം ഞാൻ കണ്ടിട്ടില്ല. ഞാനും ബുദ്ധിയില്ലാത്ത വർത്താനം പറയും. ഞാൻ ചിലപ്പോൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആലമ്പായിട്ട് വർത്താനം പറയും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മദ്യവെച്ചിട്ട് ഓരോ സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് പിന്നെ മദ്യവെച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇയാള് ഈ മദ്യപിക്കാത്ത സമയമില്ലെന്ന് എനിക്ക് മനസ്സിൽ തോന്നിപ്പോ. പൊട്ടത്ര അല്ലാതെ വായു വേറെ സാധനം വരില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞത് ഒരു പൊടിക്ക് ചെറിയ അളവില് പിന്നെ ഒരു 10 പ്രസ്താവന ഇറക്കുമ്പോൾ ഒരെണ്ണെങ്കിലും ഒന്ന് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പിന്നെ ബുദ്ധിയുള്ള കാര്യം പറഞ്ഞൂടെ, കോമൺ സെൻസ് ഉള്ള കാര്യം പറഞ്ഞൂടെ. സെൻസിബിൾ ആയിട്ടുള്ളൊരു വർത്താനം വരില്ല.
ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പിന്നെ ആകാശത്തിന് മേലേക്കുള്ള കാര്യങ്ങളെ പറയുള്ളൂ. പിന്നെ ഭൂമിയിലുള്ള കാര്യമൊന്നും പറയാൻ അറിയില്ല. അതാണ് പ്രശ്നം. കാരണം വലിയ ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രജ്ഞന്മാരെ അവരന്മാരെല്ലാം ശാസ്ത്രജ്ഞന്മാരെ ഞാൻ ശരിയാക്കി കൊടുക്കാം. ഇപ്പം പിന്നെ തൽക്കാലം ഈ പിന്നെ കുണുവാവിന്റെ ഈ വീഡിയോ കണ്ടപ്പം പിന്നെ കുണുവാവയുടെ ജനാധിപത്യ വിരുദ്ധതയും ഈ കൗൺസിലർമാരോട് കാണിച്ചിട്ടുള്ള തോന്നിവാസവും ഒക്കെ കൂടി കണ്ടപ്പം പിന്നെ അവിടെ പോയിട്ടുള്ള ഗ്ലിസറിൻ തേച്ചിട്ടുള്ള അഭിനയവും ഒക്കെ കൂടി കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. സത്യം പറഞ്ഞാൽ മനുഷ്യനൊക്കെ കരച്ചിൽ വരുന്ന ഉള്ളി തട്ടിട്ട് വേണം കരയാൻ. ഉള്ളി തട്ടിട്ട് വേണം കരയാൻ. അഭിനയിക്കരുത്. ഇപ്പോൾ കുറച്ച് ഗ്ലിസറിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നത് നല്ല നടിയാക്കി മാറ്റാം. പിന്നെ നഗരസഭ ഭരിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് പിന്നെ 2025 ആകുമ്പോൾ കഴിഞ്ഞല്ലോ, നഗരസഭയുടെ കഥ കഴിഞ്ഞല്ലോ. പിന്നെ അവളെ നല്ല നടിയായിട്ട് മാറ്റാം. പിന്നെ ഇപ്പൊ MLA ആണെങ്കിലും നല്ല സുഖമായിരിക്കാണ്. പിന്നെ ലേഡി സൂപ്പർ സ്റ്റാറായിട്ട് മാറ്റാം. പിന്നെ ഓനും വല്ല അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും ചെറിയ റോളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഓനും നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയുന്ന ആളാണ്. എന്നാലും അങ്ങനെ വലിയ സാധനമൊന്നുമില്ല. ഈ സാധനം തിരില്ല. ഇവക്ക് കുറച്ച് അതിബുദ്ധി കൂടുതലാണ്. അവന് പിന്നെ ഈ അതിബുദ്ധി, അതുകൊണ്ട് അതിബുദ്ധി ഉള്ളതുകൊണ്ടാണല്ലോ ഇവള് പറഞ്ഞത് അവൻ പ്രത്യേക ആക്ഷൻ കാണിച്ചു എന്നൊക്കെ പറഞ്ഞത് ഡ്രൈവർ. ഇവന് പിന്നെ അത്ര ബുദ്ധിയൊന്നുമില്ല. പൊട്ടണ, തനി പൊട്ടണ. നമ്മളെ ബാല പറഞ്ഞ മാതിരി തനി പൊട്ടണ, ഭൂലോക പൊട്ടണ. പൊട്ടനായതുകൊണ്ടാണ് ഇപ്പൊ ഈ പാർട്ടിക്കാരെ അവനെങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഈ പൊട്ടന്മാരെ മാത്രം ഇപ്പൊ പാർട്ടിയിൽ മതി. ശരി എന്നാ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ വരാം. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയുന്നില്ല, ഐ വിൽ കം ബാക്ക് അഗെയിൻ.